വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ബിയോണ്ട് കാനോൺസ് ആൻഡ് ക്ലാസ് റൂംസ് ടുവേർഡ്സ് എ ഡയലോജിക് മോഡൽ ഓഫ് ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി ബൈ EV രാമകൃഷ്ണൻ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവരെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. EV രാമകൃഷ്ണൻ്റെ ഈ ഒരു എസ്സേ എന്നുള്ളത് ട്രഡീഷണൽ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫിയുടെ ലിമിറ്റേഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുകയും അതുപോലെ തന്നെ ഡയലോജിക് മോഡൽ അല്ലെങ്കിൽ ന്യൂ ഡയലോജിക് മോഡൽ പ്രപ്പോസസ് ചെയ്യുകയാണ് ഈ ഒരു എസ്സേയിലൂടെ. ട്രഡീഷണൽ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത് ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് ഫോക്കസ് ചെയ്യുന്നുള്ളത് കാനോൺ ഓഫ് വർക്ക്സിനെയും അതുപോലെ തന്നെ നാരോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്റററി ഹിസ്റ്ററിയാണ്. എങ്ങനെയുള്ള നാരോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്റററി ഹിസ്റ്ററി ആസ് എ ലീനിയർ പ്രൊഗ്രഷനായിട്ടുള്ള ലിറ്റററി ഹിസ്റ്ററിയുടെ നാരോ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും അതുപോലെ തന്നെ കാനോൺ ഓഫ് വർക്ക്സിനെയും ഫോക്കസ് ചെയ്യുന്നത് കാരണമായിട്ടാണ് ട്രഡീഷണൽ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി ലിമിറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് രാമകൃഷ്ണൻ വാദിക്കുന്നുള്ളത്. ഇത് കാരണമായിട്ട് അദ്ദേഹം പറയുന്നുള്ളത് കണ്ടംപററി ലിറ്റററി ഡിബേറ്റ്സിൽ എൻഗേജ്മെൻറ്റ് ലാക്കാവുകയും അതുപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ട്രഡീഷൻസും പേഴ്സ്പെക്റ്റീവ്സും നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നുള്ളത് ഇദ്ദേഹം. ലിറ്റററി ടെക്സ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും ക്രിയേഷൻസും ഓൺഗോയിങ് കോൺവെർസേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിവേഴ്സ് പെർസ്പെക്റ്റീവ്സിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡയലോജിക് മോഡൽ ഓഫ് ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫിയാണ് രാമകൃഷ്ണൻ നിർദ്ദേശിക്കുന്നുള്ളത്. സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ പ്രൊഡ്യൂസറും കൺസ്യൂമറും ആയിട്ടുള്ള മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റിനെ റെക്കഗ്നിഷൻ ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ എന്നുള്ളത്. രാമകൃഷ്ണൻ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫിയോടുള്ള ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചസിനെ എംബസൈസ് ചെയ്യുന്നുണ്ട്. ഡ്രോയിങ് ഓൺ ഫീൽഡ്സ് സച്ചസ് ആന്ത്രോപോളജി, സോഷ്യോളജി, അതുപോലെ തന്നെ ഹിസ്റ്ററി പറയുന്നത് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. ലിറ്ററേച്ചറും അതിൻ്റെ കോണ്ടെക്സ്റ്റും തമ്മിലുള്ള സങ്കീർണമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ മനസ്സിലാക്കാൻ വേണ്ടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹിസ്റ്ററി, സോഷ്യോളജി, ആന്ത്രോപോളജി ഈ ഒരു ഫീൽഡൊക്കെയാണ് ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ പറയുകയാണെങ്കിൽ രാമകൃഷ്ണൻ്റെ ഈ ഒരു എസ്സേ എന്നുള്ളത് അഡ്വക്കേറ്റ് വാദിക്കുന്നുള്ളത് ഫോർ എ മോർ ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് അപ്രോച്ച് ടു ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫിയോടുള്ള മോർ ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് അപ്രോച്ചാണ് ഈ ഒരു എസ്സേയിൽ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് റെക്കഗ്നൈസ്, ഇതിലൂടെ തിരിച്ചറിയുന്നുള്ളത് ദറ്റ് ഡിവേഴ്സിറ്റി ഓഫ് ലിറ്റററി ട്രഡീഷൻസിൻ്റെ ഡിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ലിറ്റററി കോൺവെർസേഷൻ്റെ ഓൺഗോയിങ് നാച്ചറാണ് ഈ ഒരു മോർ ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് അപ്രോച്ചിലൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളത്. രാമകൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്രഡീഷണൽ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫിയുടെ ലിമിറ്റേഷൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ബിഗിൻ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ പ്രൈമറിലി കൺസേൺ ചെയ്യുന്നുള്ളത് കാനോൺ ഓഫ് ലിറ്റററി വർക്ക്സും അതുപോലെ തന്നെ അതിൻ്റെ ഓതേഴ്സിനെയും കൺസേൺ ചെയ്തിട്ടാണ് പ്രൈമറിലി ഈ ഒരു ഡിസ്കഷൻ ആരംഭിക്കുന്നുള്ളത്. അദ്ദേഹം വാദിക്കുന്നുള്ളത് ഈ ഒരു അപ്രോച്ച് ലിറ്റററി ഹിസ്റ്ററിയിലേക്കുള്ള ഈ ഒരു അപ്രോച്ച് പലപ്പോഴും ബേസ് ചെയ്തിട്ടുള്ളത് ലീനിയർ കൺസെപ്ഷൻ ഓഫ് ലിറ്റററി ഡെവലപ്മെൻ്റ് ആണ്. ഈ ഒരു ലീനിയർ കൺസെപ്ഷൻ ഓഫ് ലിറ്റററി ഡെവലപ്മെൻറ്റ് ലീഡ് ടു എ നെഗ്ലക്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ട്രഡീഷൻസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. ലിറ്റററി ട്രഡീഷൻസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ട്രഡീഷൻസിൻ്റെയും പെർസ്പെക്റ്റീവ്സിൻ്റെയും അവഗണനയാണ് ഇത് കാരണമായിട്ട് ഈ ഒരു ലീനിയർ കൺസെപ്ഷൻ ഓഫ് ലിറ്റററി ഡെവലപ്മെൻറ്റ് കാരണമായിട്ട് ലീഡ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ആസ് വെൽ ആസ് ലാക്ക് ഓഫ് എൻഗേജ്മെൻറ്റ് വിത്ത് കണ്ടംപററി ലിറ്റററി ഡിബേറ്റ്സിലുള്ള എൻഗേജ്മെൻറ്റിൻ്റെ ലാക്കുമാണ് ഈ ഒരു ലീനിയർ കൺസെപ്ഷൻ ഓഫ് ലിറ്റററി ഡെവലപ്മെൻറ്റ് കാരണമായിട്ട് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു EV രാമകൃഷ്ണൻ എന്ന ഓതർ പറയുന്നുള്ളത്. രാമകൃഷ്ണൻ വാദിക്കുന്നുള്ളത് ഈ ഒരു ഡയലോജിക് അപ്രോച്ച് ടു ലിറ്റററി ഹിസ്റ്ററി അലോസ് ഫോർ എ മോർ നുവാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ് ആൻഡ് ദർ സിഗ്നിഫിക്കൻസ്.
ലിറ്റററി ടെക്സ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും സൂക്ഷ്മമായിട്ട് അലോ ചെയ്യുന്നുള്ളതാണ് ഈ ഒരു ഡയലോജിക് അപ്രോച്ച് ടു ലിറ്റററി ഹിസ്റ്ററി എന്ന് ഈ ഒരു EV രാമകൃഷ്ണൻ വാദിക്കുന്നുണ്ട്. ഈ ഒരു അപ്രോച്ച് അലോസ് ഫോർ എ റെക്കഗ്നിഷൻ ഓഫ് ദ ഡിവേഴ്സിറ്റി ഓഫ് ലിറ്റററി ട്രഡീഷൻസ് ആൻഡ് ലിറ്റററി ട്രഡീഷൻസിനും അതിൻ്റെ ലിറ്റററി കോൺവെർസേഷൻ്റെ ഓൺഗോയിങ് നാച്ചറിനും റെക്കഗ്നിഷൻ കൊടുക്കുകയാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ എംബസൈസ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ടു ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി. അദ്ദേഹം പറയുന്നുള്ളത് ഡയലോജിക് അപ്രോച്ച് ടു ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ടു അൺകവർ ദ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഇത് ലീഡ് ചെയ്യുന്നുള്ളത് മോർ ന്യൂആൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. ലിറ്റററി ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സൂക്ഷ്മമായിട്ട് ഈ ഒരു അപ്രോച്ച് നയിക്കുന്നതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നുള്ളത്. രാമകൃഷ്ണൻ സജസ്റ്റ് ചെയ്യുന്നുള്ളത് ഡയലോജിക് അപ്രോച്ച് ടു ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അക്കാദമിയ ആൻഡ് ദ വൈഡർ പബ്ലിക് ബൈ റെക്കഗ്നൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഓൺഗോയിങ് കോൺവെർസേഷൻസ്. ഈ ഒരു അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ടു ക്രിയേറ്റ് എ മോർ ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ് ആൻഡ് ദർ സിഗ്നിഫിക്കൻസ്. രാമകൃഷ്ണൻ എന്തിനാണ് സജസ്റ്റ് ചെയ്യുന്നുള്ളത് ഈ ഒരു ഡയലോജിക് അപ്രോച്ച് ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫിക്കുള്ള ഈ ഒരു ഡയലോജിക് അപ്രോച്ച് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അക്കാദമിയാവും അതുപോലെ തന്നെ വൈഡർ പബ്ലിക്കിനും ഇടയിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബൈ റെക്കഗ്നൈസിങ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിവേഴ്സ് പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ ഓൺഗോയിങ് കോൺവെർസേഷൻസും ൻ്റെയും ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് മോർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ആക്സസിബിൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്റററി ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാം. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലിറ്റററി തിയറിയിലെ മൊഡ്യൂൾ 4 ലാസ്റ്റത്തെ വർക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി 4 വർക്ക്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.